ആ ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുകയാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നാഴികക്കല്ലുകൾ കടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അതിൻ്റെ ചുമതലയിലേക്ക് എത്താൻ സാധിച്ച ആളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ MD ദിവ്യേഷ് അയ്യർ. ഇതൊരു വലിയ ദൗത്യമാണ്. ആദ്യ കപ്പൽ വരുന്നു, അതിന് തൊട്ട് മുമ്പാണ് ഈ ചുമതലയിലേക്ക് വരുന്നത് അല്ലേ? ആദ്യ കപ്പൽ വരുന്ന സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എൻ്റെ തൊഴിലിടത്തിലാണെങ്കിലും ഒക്കെ തന്നെ പ്രതിസന്ധികളെ തടസ്സങ്ങളായി കാണരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പൂർണ്ണമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒരു പിന്തുണ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെ പ്രവർത്തിക്കാൻ ഒപ്പം ഒരു ടീം ഉണ്ടായിരുന്നു. അത് ആ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, സമയബന്ധിതമായിട്ട് നടത്തുവാനുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. ഒരു റണ്ണിങ് പോർട്ടാണ് ഇപ്പോൾ. അതായത് മെയ് 2 കഴിഞ്ഞാലുള്ള വിഴിഞ്ഞത്തിൻ്റെ ഒരു സ്റ്റേറ്റസ് എങ്ങനെ മാറും? ഒരു പടവ് കയറുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പം നിൽക്കുന്നതിൽ നിന്നും. ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് 75% നമ്മൾ അന്യ രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങൾക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സമ്പ്രദായമായിട്ട് ശരിക്കും വിഴിഞ്ഞം തുറമുഖം മാറുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമുക്ക് ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളെയും കപ്പലുകളെയും ചരക്കുകളെയും ഒക്കെ നമുക്ക് ആകർഷിക്കുവാനും സാധിക്കും. അതിനുശേഷം അടുത്ത പടിയായിട്ടാണ് നമ്മൾ ഗേറ്റ് വേ കാർഗോയിലേക്ക് നോക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഈ 2ാം തീയതിയിലത്തെ ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ അന്ന് വലിയ കപ്പൽ ഏതെങ്കിലും വരുന്നുണ്ടോ? അന്നൊരു വലിയ കപ്പൽ വരുന്നുണ്ടായിരിക്കും. ഒരു മദർഷിപ്പ് തന്നെയാണ് നമ്മൾ വരുത്തുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമോ അതിനെ സ്വീകരിക്കുക ബർത്ത്ഡേക്ക്? അത് അന്ന് കാണാം നമുക്ക്. അതെ അതെ അതെ. ഇതിപ്പോൾ ആരുടെ ക്രെഡിറ്റ് ആണെന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. പക്ഷേ ഉദ്ഘാടന സമയത്ത് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. അത് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സംഘം ലിറ്ററേച്ചർ മുതൽ ആയരാജാക്കന്മാർ മുതൽ ഓരോ വ്യക്തിക്കും ശരിക്കും ഈ ഒരു സ്വപ്നയാത്രയിൽ പങ്കുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ, അത് സാക്ഷാത്കരിക്കാനായി ഒരു ദിവസം ഇന്ന് പുലർന്നിരിക്കുകയാണ് നമുക്ക്. അപ്പം ഈ ദിവസത്തെ മറ്റൊന്നും കൊണ്ട് നമുക്ക് ഇരുട്ടാക്കേണ്ട കാര്യമല്ല. ഈ പറയുന്ന എല്ലാ വഴികളിലൂടെയും നമ്മൾ നടന്നാണ് ഈ ദിവസത്തേക്ക് വന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പം അതിനെ ഇരുട്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒന്നിനോടും പ്രത്യേകിച്ചൊരു പ്രതികരണമില്ല. ചരിത്രത്തിൽ ഇടം നേടുന്ന വിഴിഞ്ഞം തുറമുഖത്തിനൊപ്പം ദിവ്യേഷ് അയ്യരും ഇതിൻ്റെ ഭാഗമായിരുന്നു. ഏതായാലും ദിവ്യേഷ് അയ്യരാണ് ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച. സജീവമാനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.